നമസ്കാരം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി. മലയാള സിനിമയിലെ പ്രതിസന്ധി സംബന്ധിച്ച് കഴിഞ്ഞ മാസത്തെ സിനിമയുടെ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ഏറ്റവും വലിയ പരാജയമായി വിലയിരുത്തപ്പെട്ട ചിത്രം കൂടിയായിരുന്നു ടൊവിനോ തോമസ് നായകനായി എത്തിയ ഐഡന്റിറ്റി എന്ന സിനിമ. എന്നാൽ TV ചർച്ചയിൽ ഹെലികോപ്റ്ററിൽ പറന്ന് നടത്തിയ പ്രൊമോഷനടക്കം ചിത്രത്തിന്റെ ബജറ്റ് കൂട്ടിയ സാഹചര്യമുണ്ടായെന്നും നായകനായ ടൊവിനോ അമിത പ്രതിഫലം വാങ്ങിയെന്നും സിനിമയുടെ സംവിധായകനായ വിനു കിരിയത്ത് നടത്തിയ പരാമർശത്തിന് എതിരെ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഐഡന്റിറ്റി ചിത്രത്തിന്റെ നിർമ്മാതാവ്. ടൊവിനോ അഡ്വാൻസ് വാങ്ങിയാണ് ചിത്രവുമായി സഹകരിച്ചതെന്നും ഐഡന്റിറ്റി വലിയ മികച്ച ലാഭമുണ്ടാക്കാത്ത സാഹചര്യത്തിൽ മറ്റു ചിത്രം തനിക്കൊപ്പം ചെയ്യാൻ സമ്മതിച്ചതായും നിർമ്മാതാവായ രാഗം മൂവീസിന്റെ ഉടമ രാജു മല്യാത്ത് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാതാവിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: കഴിഞ്ഞ 45 വർഷമായി മലയാള സിനിമാ രംഗത്തെ ഏകദേശം 22 ചിത്രങ്ങളിൽ നിർമ്മാതാവായും സഹനിർമ്മാതാവായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവയിൽ പലതിലും ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുള്ളതാണ്. ഏകദേശം 20 പതിറ്റാണ്ടിന് മുമ്പുള്ള കഥകളോ നിർമ്മാണ രീതികളോ സാങ്കേതിക വിദ്യകളോ പരസ്യ പ്രചരണ രീതികളോ അല്ല എന്നുള്ളത്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ നിർമ്മിച്ച ഐഡന്റിറ്റി എന്ന സിനിമയിലെ പ്രൊമോഷന് അവലംബിച്ച ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. അതിൽ ശ്രീ വിനു കിരിയത്തിൻ്റെ പരാമർശത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ, ഒരിക്കലും ടൊവിനോ എന്ന നടൻ ഇങ്ങനെയൊരു പരസ്യ പ്രചരണം ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് ചെയ്യണമെന്ന് എന്നോട് അഭിപ്രായപ്പെടുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. മുകളിൽ പറഞ്ഞ എൻ്റെ സിനിമയ്ക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ ചെലവ് അധികരിച്ച് അങ്ങനെ റിലീസ് ചെയ്യും എന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും എന്നെ സമാധാനിപ്പിക്കുകയും മനോബലം തന്നതും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റോയി CJ ആണ്. അദ്ദേഹത്തെ ഐഡന്റിറ്റിയുടെ നിർമ്മാണ പങ്കാളിയാക്കി ചിത്രം റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ആളാണ് ടൊവിനോ. റോയി CJയുടെ ആശയത്തിൽ ഉദിച്ചതും നൂതനവുമായൊരു പ്രചരണ രീതിയായിരുന്നു ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടത്. പ്രചരണത്തിൻ്റെ മുഴുവൻ ചെലവും തുകയും സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹം തനിയെ മുടക്കുകയായിരുന്നു. 2018 കാലയളവ് മുതൽ ടൊവിനോയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഐഡന്റിറ്റിയിൽ ഒരു ചെറിയ തുക മാത്രം പ്രതിഫലത്തിൻ്റെ അഡ്വാൻസായി കൈപ്പറ്റിക്കൊണ്ട് ചിത്രം റിലീസ് ചെയ്തിട്ട് ബാക്കി തുക തന്നാൽ മതി എന്ന് പറഞ്ഞ് 1.5 വർഷത്തോളം നീണ്ടുനിന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഒരു മടിയോ തടസ്സമോ കൂടാതെ സഹകരിച്ചു നിന്ന ആളാണ് ടൊവിനോ. ചിത്രീകരണത്തിനിടയിലും സാമ്പത്തികമായി സഹായിക്കാൻ ടൊവിനോ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, മുൻ പറഞ്ഞ ചിത്രത്തിൻ്റെ പ്രതിഫല തുകയുടെ ബാക്കിയായി ഒരു ഭീമമായ തുക നൽകാനുണ്ടായിട്ടും എനിക്ക് ചിത്രത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരമായി എൻ്റെ കൂടെ നിന്ന് ഉടൻ തന്നെ ഒരു ചിത്രം ചെയ്ത് തരാമെന്ന് പറഞ്ഞ് മറ്റൊരു നടനും കാണിക്കാത്ത മഹാമനസ്കത കാണിച്ച നടനാണ് ടൊവിനോ. കൂടാതെ ചിത്രം പൂർത്തിയാക്കിയതിനു ശേഷം കരാർ ഉറപ്പിച്ച പ്രമുഖ വിതരണ കമ്പനി പിന്മാറിയപ്പോൾ ധൈര്യപൂർവ്വം മുൻപോട്ട് വന്ന് ശ്രീ ഗോകുല മൂവീസിൻ്റെ ഡ്രീം ബിഗ് വിതരണ കമ്പനിയെ സിനിമയുടെ വിതരണക്കാരായി കൊണ്ടുവന്ന് ഈ ചിത്രത്തിൻ്റെ വിതരണ ഘട്ടത്തിലും സഹായിച്ചത് മറ്റാരുമല്ല, ടൊവിനോ എന്ന നടൻ തന്നെയാണ്. മുകളിൽ പറഞ്ഞ ചിത്രത്തിൻ്റെ റിലീസിംഗ് സമയത്തൊക്കെ ടൊവിനോ കാണിച്ച സന്മനസ്സിന് നന്ദി പ്രകാശിപ്പിച്ചപ്പോഴൊക്കെ ഇത് നമ്മുടെ സിനിമയല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ് കൂടെ നിന്ന ആളാണ് ടൊവിനോ. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ ടൊവിനോ എന്ന നടനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വരുന്നതിനാൽ നിർമ്മാതാവ് എന്ന നിലയിൽ എൻ്റെ അനുഭവങ്ങൾ ഇവിടെ പറയാൻ നിർബന്ധിതനാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചാനലിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന കാര്യങ്ങൾ വസ്തുതാപരമായി തെറ്റുതന്നെയാണ്. അതേസമയം കോടിക്കിലുക്കത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയെ തന്നെ ഭരിച്ച മലയാള സിനിമയെ പിടിച്ചുലച്ച സംഭവങ്ങൾ അരങ്ങേറുന്ന നിർമ്മാതാവ് G. സുരേഷ് കുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൂടിയാണ്. മുൻനിര താരങ്ങൾക്കെതിരെ വരെ തുറന്നു പറച്ചിലുമായി സുരേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടിയുമായും ആന്റണി പെരുമ്പാവൂരും രംഗത്തെത്തിയതോടുകൂടിയാണ് ചർച്ചകൾ കൂടുതൽ വഷളായത്.